നമ്മളിടുന്ന വേഷത്തിൽ വേറൊരാൾ പിന്നെ വന്ന് കമൻറ്റ് പറയോ, എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കമൻറ്റ് പറഞ്ഞാൽ എന്നെ ബോഡി ഷെയിം ചെയ്തു അല്ലെങ്കിൽ എനിക്ക് റെസ്പെക്റ്റ് തന്നില്ല എന്ന് പറയാനുള്ള അധികാരം നമുക്ക് ഉണ്ടോയെന്ന് എനിക്കത്. ഇതേപോലത്തെ എന്താ പറയുക, നമ്മൾ ഷോർട്ട് ആയിട്ടുള്ള ഡ്രസ്സസും നമ്മൾ പ്രൊവോക്കേറ്റീവായ ഡ്രസ്സസ് ഇടുമ്പോൾ ഇറ്റ് ബിക്കംസ് ഈസിയർ, കുറച്ചും കൂടി ഈസിയായിട്ട് നമ്മൾ പ്രൊവോക്ക് ചെയ്യാണ്. ഐ തിങ്ക് നമ്മൾ അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് പുരുഷന്മാരെ കുറ്റപ്പെടുത്താൻ മറ്റൊരു അവസരമായിട്ട് നമ്മൾ അതിനെ കാണാം. ഒരു വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സ്ത്രീകൾ വസ്ത്രധാരണത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണമെന്നാണോ, അതോ സ്ത്രീകൾ ഏത് നിലയിലുള്ള വസ്ത്രം ധരിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണെന്നാണോ സംസാരിക്കുന്നത്, അതോ ഇത് രണ്ടും അല്ലാതെ മറ്റൊരു രീതിയിലാണ് ദീപ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് തോന്നുന്നത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരുപാട് അങ്ങ് സ്വാതന്ത്ര്യം നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു റെസ്ട്രിക്ഷൻ രണ്ട് കൂട്ടർക്കും ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ഈ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എവിടെ ഈ സ്വാതന്ത്ര്യത്തിന് വര വരയ്ക്കുമ്പോഴുള്ളത് അർത്ഥചോദ്യം മാറും. എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഞാൻ ഒരു ചുരിദാർ ഇട്ടിരിക്കുന്നു, ഇപ്പം ഞാനൊരു ജീൻസ് ഒരു ടോപ്പ് ഇടും, അതും എൻ്റെ സ്വാതന്ത്ര്യം. നാളെ ഞാൻ വിചാരിക്കുകയാണ് ഈ ടോപ്പ് എനിക്ക് ജസ്റ്റ് ടോപ്പ് വേണ്ട, ജസ്റ്റ് ഹാഫ് മതി, അല്ലെങ്കിൽ അത് ഞാൻ ഡിസൈഡ് ചെയ്യുന്ന പോലെ എനിക്ക് എന്തും ചെയ്യാം എന്നിട്ട് എനിക്ക് അതിന് സ്വാതന്ത്ര്യത്തിന്റെ പേര് പറയാൻ പറ്റും. അപ്പൊ നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് മുമ്പോട്ട് പോകുക എന്നൊരു വലിയ ചോദ്യം അവിടെ വരുന്നുണ്ട്. അവിടെയാണ് ഈ സ്വാതന്ത്ര്യത്തിനോട് എനിക്കുള്ള ഒരു പ്രശ്നം. എല്ലാവരും പറയുമോ ഞാൻ അങ്ങനെ വീണ്ടും കുലസ്ത്രീ ആയതുകൊണ്ട്, അതുകൊണ്ടല്ല. റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്താൽ ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളൊരു കൺസേൺ എനിക്കുണ്ട്. എനിക്ക് 2 ആൺകുട്ടികൾ വളർന്നു വരികയാണ്. അവരെയും ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്നും സ്ത്രീയെ ബഹുമാനിക്കണം. എന്റെ കയ്യിൽ ഒരു 10 കവർ ഇരിക്കുകയാണെങ്കിൽ നീ അത് ഓടിപ്പോയി എന്റെ അമ്മ ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞ് എടുക്കണം. അല്ലാതെ നിന്റെ അമ്മ സ്ട്രോങ് ആണ്, അച്ഛൻ എടുക്കുന്ന പോലെ അമ്മയ്ക്കും എടുക്കാൻ പറ്റും, അവിടെ നീ വരണ്ട, അങ്ങനെയല്ല. നാളെ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് അവൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ കെയറും അറ്റൻഷനും അവന് കൊടുക്കാൻ. ഈ അടുത്തിടയ്ക്ക് അമല പോൾ ഒരു കോളേജിൽ പോയിട്ട് അതൊരു പ്രശ്നമായി. അമല പോളിന്റെ സ്വാതന്ത്ര്യമല്ലേ അങ്ങനെ ഒരു ഡ്രസ്സ് ഇടുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ആണ്. പക്ഷേ നമ്മളിടുന്ന വേഷത്തിൽ വേറൊരാൾ പിന്നെ വന്ന് കമൻറ്റ് പറയോ, എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കമൻറ്റ് പറഞ്ഞാൽ എന്നെ ബോഡി ഷെയിം ചെയ്തു അല്ലെങ്കിൽ എനിക്ക് റെസ്പെക്റ്റ് തന്നില്ല എന്ന് പറയാനുള്ള അധികാരം നമുക്ക് ഉണ്ടോയെന്ന് എനിക്കറിയാം. ഞാൻ ഒരു ഡ്രസ്സ് എന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടുന്നു എന്ന് എല്ലാവരും അത് കണ്ട് ബഹുമാനിച്ചേ പറ്റൂ എന്ന് പറയുന്നതിൽ ഒരു തെറ്റില്ലേ? എല്ലാവർക്കും അവരവരുടെ ഒപ്പീനിയൻ ഉണ്ട്. എനിക്കുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ വേറൊരാൾക്കും. അപ്പം അതാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം. നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ കട്ട് ചെയ്താലേ വേറൊരാൾ എടുക്കുന്ന അമിത സ്വാതന്ത്ര്യം അമിതമാണെന്ന് പറയാനുള്ള അവകാശം നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്റെ സ്വാതന്ത്ര്യത്തിന് എനിക്ക് എന്തും ചെയ്യാം, മറ്റുള്ളവരെല്ലാം അത് കണ്ടിട്ട് ഒന്നും ചിന്തിക്കാൻ പാടില്ല, ഒന്നും വരാൻ പാടില്ല. എവ്രി വൺ ഇസ് ഹ്യൂമൻ. എല്ലാവരും നാച്ചുറലായിട്ട് ഉള്ള ചിന്തകൾ എല്ലാവർക്കും ഉണ്ട്. ഒരു പുരുഷനും ഉണ്ട്, ഒരു സ്ത്രീക്കും ഉണ്ട്. നാച്ചുറലായ ഫീലിങ്സ് എല്ലാവർക്കും വരും. അപ്പൊ നമ്മൾ എല്ലാത്തിലും ഒരു ഇത്തിരി കോൺഷ്യസ് ആവണ്ടേ എന്ന് ചോദിച്ചാൽ, എനിക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവളുടെ അടുത്ത് നീ ശ്രദ്ധിക്കണം, നിന്റെ കോസ്റ്റ്യൂംസും നീ എന്താ ഇട്ടുകൊണ്ട് പോകുന്നത് എന്ന് ശ്രദ്ധിച്ച് ഞാൻ ഉറപ്പ് വരുത്തിയേ ഞാൻ അവളെ വീട്ടിൽ നിന്ന് വിടുള്ളൂ. എൻ്റെ അമ്മ അങ്ങനെ എനിക്ക് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ലൈഫിൽ ഇന്നേ വരെ, അതുകൊണ്ടൊന്നല്ല, എനിക്ക് ലൈഫിൽ ഇന്നേ വരെ ഒരു നെഗറ്റീവായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഇത് കൃത്യമായ സെക്സ് എഡ്യൂക്കേഷൻ സിലബസിന്റെ ഭാഗമായി ഹൈസ്കൂൾ തലം മുതലോ അല്ലെങ്കിൽ അപ്പർ പ്രൈമറി, എനിക്കറിയില്ല അത് എത്രത്തോളം സ്യൂട്ടബിൾ ആണ്, പക്ഷെ അവരുടെ ഏജിനനുസരിച്ചുള്ള ഒരു പഠനത്തിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്ത് നമ്മുടെ സാംസ്കാരികമായ ചില ചിന്തകളാണ് നമുക്ക് ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നതിൽ അതിനെ ഓവർകം ചെയ്യുന്ന നിലയിൽ നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കാൻ ഒരു കൃത്യമായി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ ഒരു ലൈംഗിക വിദ്യാഭ്യാസം കൃത്യമായി കുട്ടികൾക്ക് കൊടുക്കുന്നതിലൂടെ ഇത് നമുക്ക് സാധ്യമാക്കാൻ പറ്റില്ലേ? അതിലൂടെ എങ്ങനെ ഈ വസ്ത്രധാരണത്തിന്റെ പ്രശ്നം നമുക്ക് അല്ല, മറ്റൊരു വ്യക്തിയുടെ റെസ്പെക്ട്, മറ്റൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്താണ്, ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഏത് നിലയിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അല്ലെങ്കിൽ ഒരു വസ്ത്രധാരണം ഒരു മനുഷ്യന് താല്പര്യമുള്ളത് ഇടുമ്പോഴും അയാൾക്ക് അതിന്റെ സ്വാതന്ത്ര്യത്തിന് കൊടുക്കേണ്ട റെസ്പെക്ട് എന്ത്, ആ സ്വാതന്ത്ര്യം നമ്മൾ എന്ത് റെസ്പെക്റ്റിൽ കാണണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ചിന്തകളായി കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു വ്യക്തിയാകുമ്പോൾ അത് സഹായിക്കില്ലേ? അതൊരു പുസ്തകത്തിലൂടെ നമുക്ക് ഒരു 10 പീരീഡ് ക്ലാസ്സിലിരുന്ന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണോ അത്? അങ്ങനെയല്ല, പക്ഷെ കാലാകാലങ്ങളായ ഒരു പ്രോസസ്സിൽ കൂടെ തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ലേ? ഐ തിങ്ക് അത് കൂടുതലും എനിക്ക് തോന്നുന്നു അത് രാഹുൽ പറഞ്ഞ ആ ഒരു പോയിന്റ് തന്നെയാണ് അതിന്റെ കറക്റ്റ്. എന്ന് വെച്ചാൽ ഈ പുസ്തകത്തിനുമൊക്കെ അപ്പുറം നമ്മളെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രകൃതി നമ്മളെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതികളുണ്ടല്ലോ. ആ രീതിയിൽ കുറേ നല്ലതുമുണ്ട്, കുറേ തിന്മയുമുണ്ട്, സ്ത്രീകൾക്കും ഉണ്ട് പുരുഷന്മാർക്കും ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എത്ര നമ്മൾ പുസ്തകത്തിലൂടെയും ഒക്കെ വാർത്തെടുക്കാൻ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന US ഒന്നും റേപ്പില്ല എന്നാണോ പറയുന്നത്? അവിടെയും ഒക്കെ ഉണ്ടല്ലോ. സോ ഇറ്റ് ഈസ് എത്ര നമ്മൾ മുമ്പോട്ട് പോയാലും പുരുഷന്റെ ഇതിലുള്ള അവിടെ പക്ഷേ വസ്ത്രധാരണമാണ് കാരണം എന്ന് പറഞ്ഞത് ചിലപ്പോൾ അവിടെ ആപ്ലിക്കബിൾ ആവണമെന്നില്ല. പക്ഷേ വാട്ട് ഐ എം സേയിങ് ഇസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള പുരുഷന്റെ ചിന്താഗതികൾ എല്ലായിടത്തും ഇതേപോലെയാണ്. അത് വസ്ത്രധാരണം ആയിരിക്കത്തില്ല മോട്ടിവേഷൻ, പക്ഷെ സ്ത്രീയെ കാണുമ്പോഴുള്ള പുരുഷന്റെ ഉള്ളിൽ വരുന്ന ഡിസയേഴ്സ്, സെക്ഷൽ ഡിസയേഴ്സ്, അത് ഇറസ്പെക്റ്റീവ്
ഓഫ് പ്ലേസസ് അത് എല്ലായിടത്തും ഉള്ളതാണ്. കാരണങ്ങൾ വ്യത്യസ്തമാവും. പക്ഷെ കാരണങ്ങൾ അതിന് വ്യത്യസ്തമാവും. ഓരോ സൊസൈറ്റിയും ഓരോ കൾച്ചറും അനുസരിച്ച് വ്യത്യസ്തമാവും. ഇവിടെ നമ്മുടെ നാട്ടില് ഇതേപോലത്തെ എന്താ പറയാ, നമ്മൾ ഷോർട്ട് ആയിട്ടുള്ള ഡ്രസ്സസും നമ്മൾ പ്രൊവോക്കേറ്റീവ് ആയ ഡ്രസ്സസ് ഇടുമ്പോൾ ഇറ്റ് ബിക്കംസ് ഈസിയർ, കുറച്ചും കൂടി ഈസിയർ നമ്മൾ പ്രൊവോക്ക് ചെയ്യാണ്. ഐ തിങ്ക് നമ്മൾ അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് പുരുഷന്മാരെ കുറ്റപ്പെടുത്താൻ മറ്റൊരു അവസരമായിട്ട് നമ്മൾ അതിനെ കാണാൻ പാടില്ല. അപ്പൊ രാഹുൽ ഈശ്വറിന്റെ വൈഫായിട്ടുള്ള ദീപ പറഞ്ഞത് കേട്ടല്ല, അതായത് ഇനി പെണ്ണുങ്ങളെ നിങ്ങളോടാണ് പറഞ്ഞത് ദീപ, അതായത് മെയിനായിട്ട് നിങ്ങളെല്ലാം പുറത്തിറങ്ങുമ്പോഴത്തേക്കും അടക്കവും ഒതുക്കവും മലയാള തനിമയും അതേപോലെ നമ്മുടെ ആർഷഭാരത സംസ്കാരവും ഒക്കെ അടങ്ങിയിട്ടുള്ള ഡ്രസ്സ് മാത്രം ഇട്ടിട്ടേ പുറത്തു പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ചില ആണുങ്ങളൊക്കെ, ആണുങ്ങളോ പെണ്ണുങ്ങളോ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ മൂത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ അങ്ങ് അറിയാണ്ട് എന്തെങ്കിലുമൊക്കെ വായെന്ന് പറയുക അല്ലെങ്കിൽ കയറി പിടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങളതങ്ങനെ സഹിക്കണം. കാര്യം എന്താണ്, നിങ്ങളുടെ തെറ്റാണത് എന്നാണ് ദീപേച്ചി പറയുന്നത്. അപ്പൊ എന്താണ് ഇവരൊക്കെ ഇപ്പോഴും ആ ഒരു പഴയ ചിന്താഗതിനകത്ത് നിന്ന് ഇപ്പോഴും ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അതിന്റെ പ്രശ്നങ്ങളായിട്ടാണ് എനിക്കതൊക്കെ തോന്നുന്നത്. കാര്യം അല്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെയാണ് വന്നിട്ട് ഇത്രയും ഒരു ബോധമില്ലായ്മ എന്നൊക്കെ അതിന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം അങ്ങനത്തെ ഒരു വർത്തമാനമാണ് ഇവർ പറയുന്നത്. ഇപ്പൊ രാഹുൽ ഈശ്വർ ഈ നമ്മുടെ ഹണി റോസ് വിഷയത്തിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളിനകത്തും എനിക്ക് പുള്ളിക്കാരനോട് ഒരു യോജിപ്പാണുള്ളത്, പുള്ളിക്കാരൻ്റെ അഭിപ്രായത്തിനോട്. പക്ഷെ എന്നാലും പുള്ളി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പുള്ളി ആരെയാണ് സപ്പോർട്ട് ചെയ്യണം? ബോച്ചേനെയാണ് സപ്പോർട്ട് ചെയ്യണത്. ബോച്ചയുടെ ഭാഗത്താണ് ആ ഒരു വിഷയത്തിനകത്തും എനിക്ക് തെറ്റ് ബോച്ചയുടെ ഭാഗത്ത് തന്നെയായിട്ടാണ് എനിക്ക് തെറ്റ് തോന്നിയിരിക്കണം. കാര്യം ഹണി റോസിന്റെ ഇഷ്ടമാണ്, ഹണി റോസ് എന്ത് ഇടണമെന്നുള്ളത് അത് കണ്ടിട്ട് അതും ഇതും പറയാനായിട്ടോ അല്ലെങ്കിൽ ഡബിൾ മീനിങ് അടിക്കാനായിട്ടോ ബോച്ചേനെ ഒരു പ്രാവശ്യം ഹണി റോസ് വാൺ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇത് തന്നെ ആവർത്തിച്ച് ഓരോന്നും അതും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നപ്പോഴാണ് ലാസ്റ്റ് അവർ പിടിച്ച് അകത്തിടേണ്ട ഒരു അവസ്ഥ വരെ വന്നത്. അപ്പൊ അങ്ങനെ വന്നിട്ട് അയാളെ പേണ് ഈ പറഞ്ഞ നമ്മുടെ രാഹുൽ ഈശ്വർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ, എന്നിട്ട് അതിനിപ്പോ അനുകൂലമായിട്ടാണ് ഈ രാഹുൽ ഈശ്വറിന്റെ വൈഫ്. അത് പിന്നെ മറ്റേ ഹസ്ബൻഡ് ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും അയാളെ തന്നെയുള്ള വൈഫ് സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ എന്നാലും ഇവർ എന്തൊക്കെയാണ് വന്ന് വിളിച്ചു പറയണമെങ്കിൽ ഒരു ലോജിക്കില്ലാത്ത സെക്ഷൽ മറ്റേ നമ്മുടെ സെക്സ് എഡ്യൂക്കേഷനെ ഒക്കെ പറ്റിയിട്ട് ഇവർ എന്തൊക്കെയാണ് വന്ന് പറയുന്നത്, ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ് ഇവർ ഒന്ന് വിളിച്ചു പറയുന്നത്. അപ്പൊ സ്ത്രീകളെല്ലാം അപ്പൊ ഇവർ പറയുന്ന പോലെ തന്നെ അടക്ക ഒതുക്കത്തോടെ ഇനി നടക്കുക. അപ്പൊ എനിക്ക് അത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ള ഈ വീഡിയോയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവരും അടുത്തൊരു വീഡിയോ കാണാൻ